അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ദ ഹിഡൻ ഫ്രീക്വൻസീസ് ഓഫ് ലൈഫ് എന്ന പ്രോഗ്രാമിൽ മൂന്നാമത്തെ സ്പീച്ചാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. കഴിഞ്ഞ സ്പീച്ചുകൾ നമ്മൾ വിശദീകരിച്ചു മെറ്റാഫിസിക്സ്, ദ ഹിഡൻ റിയാലിറ്റി ഓഫ് യൂണിവേഴ്സ്. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചു ദ സ്പിരിറ്റ് ആൻഡ് അൺകോൺഷ്യസ്നെസ്. ആ രണ്ട് വീഡിയോസ് കണ്ടിട്ടില്ലാത്ത ആളുകൾ അത് ആദ്യം കാണേണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക, എങ്കിലേ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പല സംശയം ഉണ്ടാകും. സംശയം നിങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുകയില്ല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ മൂന്നാമത്തെ ക്ലിപ്പിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൗ മൈക്രോ കറണ്ട് എനർജി, വൈബ്രേഷൻ ആൻഡ് ഫ്രീക്വൻസി സപ്പോർട്ട് ദ വെൽനെസ് ഓഫ് ദി ഹ്യൂമൻ. മനുഷ്യൻ്റെ ക്ഷേമത്തിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ, ബാലൻസിൽ, അവൻ്റെ ഹെൽത്തിൽ, ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായ ആരോഗ്യത്തിൽ എങ്ങനെയാണ് മൈക്രോ കറണ്ട് എനർജി, വൈബ്രേഷൻ ആൻഡ് ഫ്രീക്വൻസി എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു വാക്ക്, ഫ്യൂച്ചർ മെഡിസിൻ വിൽ ബി ദ മെഡിസിൻ ഓഫ് ദി ഫ്രീക്വൻസീസ്. ഫ്രീക്വൻസി കൊണ്ടുള്ള മെഡിസിൻ ആയിരിക്കും ഫ്യൂച്ചർ മെഡിസിൻസ്, അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, ഫ്രീക്വൻസി കൊണ്ടുള്ള മെഡിസിൻ ഇന്ന് ലോകത്ത് പല ഫീൽഡിലും ഉപയോഗിച്ച് വരുന്നുണ്ട്. ഫിസിയോതെറാപ്പിയിലുണ്ട്, ഡെർമറ്റോളജിയിലുണ്ട്, പെയിൻ മാനേജ്മെൻറ്റിലുണ്ട്, സ്ട്രെസ് മാനേജ്മെൻറ്റിലുണ്ട്, പല ഹോസ്പിറ്റലുകളിലുണ്ട്, മണിപ്പാൽ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അതുപോലെ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ ഉടനീളം എന്ത് ചെയ്യുന്നുണ്ട്, പെയിൻ മാനേജ്മെൻറ്റ്. ഫിസിയോതെറാപ്പി സെൻറ്ററിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ചില കറണ്ടുകളുണ്ട്, വളരെ മൈക്രോ കറണ്ടുകളാണ്. അത് ആ ഇലക്ട്രോഡുകൾ കാലിനും കയ്യിനൊക്കെ കണക്ട് ചെയ്തിട്ട് അത് ഏതെങ്കിലും സെല്ലുകൾ വീക്കായിട്ടുണ്ട് അത് എനർജൈസ് ചെയ്യാനും പോലുള്ള സംഗതികൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിനപ്പുറത്തേക്കാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന വിഷയം. നമ്മളീ പറയാൻ പോകുന്ന ഈ ഹീലി എന്ന് പറയുന്ന ഡിവൈസ്, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഡിവൈസ്, ഇതൊരു മെഡിക്കൽ ഡിവൈസ് അല്ല എന്നതാണ് അധിക രാഷ്ട്രങ്ങളിലും ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മെഡിക്കൽ റെഗുലേറ്ററി ഡിസിപ്ലിൻസ് ഇതിന് അപ്ലിക്കബിൾ അല്ല എന്നത്. ഇന്ത്യയിലും അതുപോലെ ഓസ്ട്രേലിയയിലും കാനഡ, USA, ഒരുപാട് രാഷ്ട്രങ്ങളിലുള്ള റിപ്പോർട്ട്സുകൾ ഞാൻ കണ്ടു, സർട്ടിഫിക്കറ്റ്സ്, അവരുടെ അതിൻ്റെ ഡിസ്ക്ലെയിമേഴ്സ് ഞാൻ കണ്ടു. ഇത് ഒരു മെഡിക്കൽ ഡിവൈസ് അല്ല. പിന്നെ ഇത് എന്താണ്? ഇത് മനുഷ്യൻ്റെ ബയോ എനർജറ്റിക് ഫീൽഡിൽ, അതുപോലെ മനുഷ്യൻ്റെ ആത്മാവിലുള്ള ഇൻഫർമേഷൻ ഫീൽഡിൽ ഉണ്ടാകുന്ന ഡിസോണൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലുണ്ടാകുന്ന ഡിസ്ഹാർമണികൾ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതാണ്. നമ്മൾ ഇതിനു മുമ്പുള്ള രണ്ടാമത്തെ ക്ലിപ്പിൽ വോയിസിൽ നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, ആത്മാവിൻ്റെ പ്രകാശം, പോസിറ്റീവ് എനർജി, പ്രാണ, ചി, കി എന്നെല്ലാം പറയുന്ന അതിനെ മെഷർ ചെയ്യുന്ന രീതികളാണ് ചക്ര അനാലിസിസും ഓറ അനാലിസിസും മെറിഡിയൻ അനാലിസിസും എല്ലാം. ആ സംഗതി, ആ ആത്മാവിൻ്റെ പ്രകാശം, അൻവാറുൽ ഹയാത്ത്, ജീവൽ പ്രകാശം എന്ന് പറയുന്ന അത് ഹൃദയത്തിൽ നിന്ന്, ഹൃദയത്തിലുള്ള സൽഗുണങ്ങളുടെയും അറിവുകളുടെയും കഴിവുകളുടെയും സാധ്യതകളുടെയും എല്ലാം കഴിവാണ്. അതാണ് വാസ്തവത്തിൽ ശരീരത്തിലേക്കും ശരീരത്തിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നത്. ഈ ആത്മചൈതന്യം, അല്ലെങ്കിൽ ഇത് നമ്മളും നമ്മുടെ പ്രപഞ്ചവും ഫിസിക്കൽ വേൾഡും അതിനപ്പുറത്തേക്ക് മെറ്റാഫിസിക്കൽ വേൾഡിലേക്കും 24 മണിക്കൂറും എന്നും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് നമ്മുടെ ചിന്തയും വികാര വിശ്വാസങ്ങളെല്ലാം അതെല്ലാം ഗ്രേറ്റ് സ്കീം ഓഫ് അഫയേഴ്സ്, അള്ളാഹുവിൻ്റെ അടുത്തുള്ള വലിയൊരു കർമ്മ പദ്ധതിയുടെ ആകാശിക് റെക്കോർഡ്, യൂണിവേഴ്സൽ ലൈബ്രറി, ആകാശിക് റെക്കോർഡ്, യൂണിവേഴ്സൽ ലൈബ്രറി, അതുപോലെ കളക്റ്റീവ് അൺകോൺഷ്യസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്ന പലരും പല രീതിയിൽ ഇതിന് വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും മലക്കൂത്ത് സമാവാത്ത് വല്ലറും, ആ ആകാശഭൂമികളുടെ കിങ്ഡം, അതിലേക്ക് ആൾവേസ് കണക്റ്റഡ് ആണ്. ഇവിടെ നടക്കുന്നതെല്ലാം അവിടെ ഉള്ള സംവിധാനങ്ങളാണ്. അവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് അവിടെ ഉള്ളതും ഇവിടെ മാറ്റാൻ സാധിക്കുന്നത് അവിടെ മാറുന്നതും കൊണ്ടുമാണ്. ഈ സംഗതികളെല്ലാം നമ്മൾ ഇതിന് മുമ്പുള്ള ക്ലിപ്പുകളിൽ പറഞ്ഞു. അതുപോലെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലുണ്ടാകുന്ന, നമ്മൾക്ക് അറിയാത്ത, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വിശ്വാസ വികാരങ്ങളുടെ ഓർമ്മകളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുക. നമ്മളതിനെ വിധി എന്ന് പറയുമെങ്കിലും എന്നതാണ് കാൾ ജങ് പോലെയുള്ള സൈക്കോളജിസ്റ്റുമാർ വിശദീകരിച്ചത്. ഇവിടെ നമ്മുടെ ഈ ഡിവൈസിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് ഒരു സംശയം വരാറുണ്ട്.
നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സൈക്കോളജിക്കൽ അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിലുണ്ടാകുന്ന ഡിസ്ഹാർമണി അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ അതെങ്ങനെ അനലൈസ് ചെയ്യാൻ പറയുമെന്ന് പറയുമ്പോൾ അത് ശരിയാണോ? കാരണം ഹൃദയത്തിനുള്ളിലുള്ളത് അറിയുന്നത് അള്ളാഹുവിന് മാത്രമല്ലേ ഉള്ളൂ, മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സംശയിക്കുന്ന ഒരുപാട് അല്പജ്ഞാനികളും അമിത ഭക്തിക്കാരും ഉണ്ട്. വാസ്തവത്തിൽ വിവരക്കേടിൻ്റെ ആഴം കൊണ്ടാണ് ഇതെല്ലാം വരുന്നത്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാറില്ല. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹ് പറയുന്നുണ്ട് 5 കാര്യം അള്ളാഹുവിന് മാത്രമേ അറിയൂ. അതിലൊന്നെന്താ? ഗർഭാശയത്തിനുള്ളത് അറിയുന്നു എന്നോ. മനസ്സിലായില്ലേ? ഗർഭാശയത്തിലുള്ളത് മനുഷ്യന്മാരെന്ന് അറിയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. കുട്ടിയാണോ പെണ്ണോ, കുട്ടിയുടെ ഹൃദയമിടിപ്പുണ്ടോ, കുട്ടിയുടെ ഹൃദയത്തിൻ്റെ വാൽവിന് കംപ്ലൈൻ്റ് ഉണ്ടോ, കുട്ടിയുടെ പൊസിഷൻ ശരിയാണോ, കുട്ടിയുടെ ഫങ്ഷൻസൊക്കെ ശരിയാണോ എന്നതൊക്കെ മെഡിക്കൽ സയൻസും ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നത് അറിയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അതുപോലെ ഇതേ സൂറത്തിൽ പറയുന്ന ഇതേ ആയത്തിൽ പറയുന്നതാണ് എന്ത്? എവിടെ മഴ പെയ്യുമെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ശരിയാണ്. പക്ഷേ മനുഷ്യന്മാർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ പല സംഗതികളും. ഇപ്പം നിങ്ങൾ MSN വെതറിൽ കയറി കഴിഞ്ഞാൽ MSN വെതറിൽ കയറിയാൽ ആൾമോസ്റ്റ് ഒരു 95% ആക്യുറസിയോടുകൂടിയുള്ള പ്രൊജക്ഷൻസ് എല്ലാം കിട്ടും MSN വെതറിൽ കയറി കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ നാട്ടിൽ മഴ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ യെസ് ചെമ്പശ്ശേരി മഴ ഉണ്ടോ, യെസ് മഴ ഉണ്ട്. സോ ഇതെങ്ങനെ സാധ്യമാകും? കാരണം ഈ ആയത്തിനെതിരല്ലേ. ഇവിടെയൊക്കെ എന്തൊക്കെയോ വ്യാഖ്യാനിച്ചൊപ്പിക്കാറുണ്ടല്ലോ നിങ്ങൾ. ഉണ്ട് എങ്കിൽ അതുപോലെ ഇത് ഒപ്പിച്ചേക്ക്. കാരണം ഹൃദയത്തിന് ഉള്ളിൽ അറിയുന്നത് അത് തലങ്ങൾ വേറെയാണ്. ഇത് ഇപ്പം നമ്മുടെ മക്കൾക്ക് അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല അവരുടെ ഉള്ളിൽ എന്താണുള്ളത്, അല്ലെങ്കിൽ എന്ത് വെച്ചാൽ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ പല തലങ്ങളുണ്ട്. എന്തായിരുന്നാലും ഇതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ലാത്ത അറിവില്ലാത്തത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾ. ഗൈബിനെ കുറിച്ച് അറിയോ? ഇല്ല, ഗൈബ് അറിയില്ല. ഗൈബ് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഗൈബ് അറിയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തെങ്കിൽ ഉണ്ടാകും. മനസ്സിലായില്ലേ? ഗൈബ്. അതുപോലെ ഗൈബിയായിട്ട് ചില സംഗതികൾ വല്ല സൈക്കിക് ഇൻട്യൂഷൻസിലൂടെ ആരുടെങ്കിലും മൈൻഡിൽ തോന്നിക്കഴിഞ്ഞാൽ അതുണ്ടാകും. അത്രയേ ഉള്ളൂ. യെസ്, ചുരുക്കി പറഞ്ഞത് വരുന്നത് ഈ ഡിവൈസ് നമ്മുടെ മനുഷ്യൻ്റെ ബയോ എനർജറ്റിക് ഫീൽഡ്, അതുപോലെ അവൻ്റെ അൺകോൺഷ്യസ് മൈൻഡിലുണ്ടാകുന്ന ഇൻഫർമേഷൻ ഫീൽഡ് എല്ലാം അനലൈസ് ചെയ്യുന്നതാണ്. ഇത് വളരെ സാധ്യമാണ്. കാരണം ഇന്ന് ബയോളജിയെക്കുറിച്ച് പഠിക്കുന്ന ബ്രൂസ് ലിപ്റ്റനെ പോലെയുള്ള ആളുകൾ വളരെ സ്പെസിഫിക് ബയോളജി ഓഫ് ബിലീഫ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. ഓരോ സെല്ലിലും ആത്മാവിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് ആത്മാവിൻ്റെ അംശമുള്ളത് കൊണ്ട് ആ ആത്മാവിലുള്ള വിശ്വാസ വിചാര വികാരത്തിൻ്റെ എഫക്റ്റ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. ശരീരത്തിൽ അത് ബയോ എനർജറ്റിക് ഫ്രീക്വൻസി വൈബ്രേഷൻസ് ആയിട്ടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് വിശ്വാസം മാറ്റിയാൽ ഉടനെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥ മാറ്റാം, ജീവിതം മാറ്റാം എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. അതുപോലെ നമ്മുടെ ആത്മാവ് ശരീരത്തിനകത്താണ്. എന്നാൽ ആത്മാവിൻ്റെ പ്രവർത്തനമായ വലിയൊരു മണ്ഡലം, ആ മണ്ഡലം വലിയ ഗ്രേറ്റ് സ്കീം ഓഫ് അഫയേഴ്സ്, മറ്റു ആളുകളും മറ്റു സമൂഹവും സമുദായവും അള്ളാഹുവിൻ്റെ വലിയ കർമ്മ പദ്ധതിയിലേക്ക് എല്ലാം കണക്റ്റഡാണ്. അതുകൊണ്ട് ആ ഒരു വലിയ ഇതിനകത്താണ് വശത്തിൽ. അപ്പോൾ അതുകൊണ്ട് ആത്മാവിൻ്റെ മൈൻഡിനകത്ത്, ആത്മാവിൻ്റെ പ്രവർത്തനമാണ് മൈൻഡിനകത്താണ് എന്ത് ചെയ്യുന്നത്? മൈൻഡിനകത്താണ് ശരീരമുള്ളത്. ശരീരത്തിനകത്താണ് ആത്മാവ്, ഈ മൈൻഡിനകത്താണ് മനുഷ്യൻ്റെ ശരീരമുള്ളത്. അതുകൊണ്ട് ഈ മൈൻഡിനകത്തുണ്ടാകുന്ന, ആത്മാവിനകത്തുണ്ടാകുന്ന വിശ്വാസ വിചാര വികാര വ്യതിയാനങ്ങൾ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന മൈക്രോ കറണ്ട് ഫ്രീക്വൻസിയിൽ വ്യത്യാസങ്ങൾ വരുന്നു. അത് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ മെഷർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈക്രോ കറണ്ട് തെറാപ്പികളും എല്ലാം പലയിടത്തും ഫിസിയോതെറാപ്പിയിലും ഡെർമറ്റോളജി, സ്കിൻ ഡിസീസ് ട്രീറ്റ് ചെയ്യുന്നിടത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് പെയിൻ മാനേജ്മെൻറ്റിലും സ്ട്രെസ് മാനേജ്മെൻറ്റിലും സ്ലീപ്പ് ഹാർമണി ശരിയാക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പല ഹോസ്പിറ്റലിലും പല ക്ലിനിക്കുകളും ഉണ്ട്. എന്നാൽ ഇൻഡിവിജ്വലൈസ്ഡ് മൈക്രോ കറണ്ട് ഫ്രീക്വൻസി, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇൻഡിവിജ്വലൈസ് എന്ന് വെച്ചാൽ ഓരോ വ്യക്തിയുടെയും ഉള്ളതിനെ അനലൈസ് ചെയ്ത് അതിലുണ്ടാകുന്ന ഡിസ്ഹാർമണി അനലൈസ് ചെയ്ത് അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടുന്ന ഒരു മൈക്രോ കറണ്ട് ഫ്രീക്വൻസി ഇവിടുന്ന് അങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ്. അത് ലോകത്ത് ആദ്യമായിട്ടാണ്.
അത് ഈ മാർക്കൂസ് എന്ന് പേരുള്ള അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്. അതോടൊപ്പം റിലിജിയനെ കുറിച്ചും ഇത്തരം ഡീപ്പ് സൈക്കോളജിയെ കുറിച്ചും ഇതിനകത്തുണ്ടാകുന്ന മെറ്റാഫിസിക്കൽ ഈ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ ആത്മീയ ഉയർച്ച അല്ലെങ്കിൽ ട്രാൻസിഡൻസ്, അതിലെന്താണ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ മൈൻഡ് ആൻഡ് ദ ബോഡി ആൻഡ് ദ വേൾഡ് എന്ന് പഠിച്ചെടുത്ത ഈസ് എ ഗ്രേറ്റ് മാൻ. അദ്ദേഹം ഏത് മതജാതി എന്നതല്ല എൻ്റെ വിഷയം, കാരണം എല്ലാ ജാതി മതത്തിലുള്ളതാണ് ഈ സാധനങ്ങളെല്ലാം. അത് പറഞ്ഞു മനസ്സിലായി. ഇത് ആത്യന്തികമായിട്ട് ദിസ് ഫ്രം ഹും, അത് ആരിൽ നിന്ന്, അത് ദൈവത്തിൽ നിന്നോ അല്ലാത്തതോ, അത് ഏകദൈവവും അല്ലാത്തതോ, ഇവിടെയാണ് നമ്മളെല്ലാം വ്യത്യാസമുള്ളത്. അത് ആ വിശ്വാസത്തിനനുസരിച്ച് ഉള്ള ആ വിശ്വാസത്തിലുണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് അവരുടെ ആരാധനാ കർമ്മത്തിലുള്ള വ്യത്യാസവും ഉണ്ടാവും. അതാണ്. അതുകൊണ്ട് ഈ മാർക്യൂസ് സ്കിംകി മാർക്കോ സ്കിംകി എന്ന ഈ വ്യക്തിയാണ് ഈ ഡിവൈസ് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ പാറ്റന്റ് റൈറ്റും കോപ്പി റൈറ്റും ആയിട്ട്. അങ്ങനെ ഇതിൻ്റെ പ്രൊഡക്റ്റാണ് ഹീലി എന്ന് പറയുന്ന ഈ ഡിവൈസ്. ഞാനിപ്പം ധരിച്ചിട്ടുള്ള ഈ ഡിവൈസ് നമ്മളെപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. കാരണം പല പ്രോഗ്രാംസ് റൺ ചെയ്തുകൊണ്ടിരിക്കും. പല പ്രോഗ്രാംസ് നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല പ്രോഗ്രാംസും നിങ്ങളത് വളരെ എക്സലൻ്റാണ്. ഈ ഡിവൈസ് യൂസ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും യൂസ് ചെയ്യുന്നു, പലപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു കംഫർട്ടാണ് വാസ്തവത്തിൽ, മനസ്സിലായില്ലേ? സോ ഇൻ എ സെൻസ്, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ഡിസ്ക്ലെയിമർ പറയാം. ദാറ്റ് മീൻസ് നമ്മൾ ഉത്തരവാദിത്വം നമ്മൾ എന്ത് പറയുന്നു ഇതുവരെ എന്നത് ഡിസ്ക്ലെയിമർ. നമ്മൾ ചെയ്യുന്ന എല്ലാ കൺസൾട്ടേഷൻസും ഫ്രീക്വൻസി അനാലിസിസും ഇതുപോലെ ക്ലാസ്സസും മെറ്റീരിയലും ബുക്കും പോസ്റ്റേഴ്സും എല്ലാം എഡ്യൂക്കേഷണൽ ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് പർപ്പസിനാണ്. അതെല്ലാം നിങ്ങൾക്ക് കേട്ട് നിങ്ങൾ നാളെ മുതൽ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റും ക്യൂറിങ്ങും തുടങ്ങാൻ വേണ്ടിയിട്ടല്ല. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമേ ജനങ്ങളുടെ ഇടയിൽ അറിവുകൾ പ്രചരിപ്പിക്കണം. ജനങ്ങളുടെ അവസ്ഥ മാറ്റിയെടുക്കാൻ അവർക്ക് ഉപകാരപ്പെടുന്ന അറിവുകൾ നമ്മൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്നതാണ്. 2, ഇത് നിങ്ങളുടെ അസുഖം കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് നടത്തി വേണ്ടിയുള്ളൊരു ഡിവൈസ് അല്ല. അങ്ങനെ ഒരു ഡിവൈസ് ആണ് എന്ന അവകാശം ഇതിൻ്റെ ഫൗണ്ടർക്കില്ല, ഇതിൻ്റെ പ്രൊമോട്ടേഴ്സിനില്ല, ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആളുകൾക്കില്ല, ഇത് വാങ്ങുന്നവർക്കില്ല, ഇത് വിൽക്കുന്നവർക്ക് ആർക്കുമില്ല, നമുക്കുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസീസോ കാര്യം ഉണ്ടെങ്കിൽ ഗോ ഇൻ യുവർ നിങ്ങളെ സെറ്റപ്പിലുള്ള പ്രൊഫഷണൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ പോയി കാണുക, സമീപിക്കുക, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യം എന്താ ചെയ്യുക. ബട്ട് പിന്നെ എന്താണ് ഇത് ഡിവൈസ് കൊണ്ടുള്ള ഉപകാരം ഞാൻ പറഞ്ഞുതരാം. 3ാമത് അടുത്ത പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗൈഡൻസ് സെഷൻസ് എല്ലാം നമ്മൾ കൊടുക്കുന്നത് മോഡേൺ മെഡിസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനോ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ നിങ്ങൾ പോവുക, ട്രീറ്റ് ചെയ്യുക. നിങ്ങൾ അലോപ്പതിയോ ആയുർവേദോ നിങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റി നിങ്ങൾ പോവുക. അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. 2ാമത് ഇതിൻ്റെ ബെനിഫിറ്റ് നിങ്ങളിത് എന്തിനു ഉപയോഗിക്കുന്നു അതിനനുസരിച്ചിരിക്കും. എത്ര ഇൻറ്റൻസിറ്റിയിൽ, എത്ര ഗൗരവത്തിൽ, നിങ്ങൾ എത്ര ഡിസിപ്ലിനോട് കൂടി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ടുകൾ പലർക്കും പല റേഞ്ചിലാണ് ഇതിൻ്റെ റിസൾട്ടുകൾ കാണാം. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ ഡിസ്ക്ലെയിമർ വ്യക്തമായി പറയുന്നു, ഇതൊരു മെഡിക്കൽ ഡിവൈസ് അല്ല. നിങ്ങളുടെ അസുഖം കണ്ടുപിടിക്കാനോ അസുഖത്തിനെ കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനോ ഇതിന് അഡ്വൈസിനൊന്നും ഇല്ലതല്ല. അതേസമയത്ത് ഇതിനുള്ളത് എന്താണ്? ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിൻ്റെ പ്രവർത്തനമായ മൈൻഡിൽ അതിലുണ്ടാകുന്ന ഡിസ്ഹാർമണി, നിങ്ങളുടെ വിശ്വാസ വിചാര വികാരങ്ങളിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ, വ്യതിയാനങ്ങൾ, അത് എത്ര ഡിസോണൻസ്. എന്താണ് ഈ ഡിസോണൻസ്? ഈ ഡിസോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരുത്തക്കേട് എന്ന് പറയാം. ഡിസ്ഹാർമണി, പൊരുത്തക്കേട്, മനസ്സിലല്ലേ? അപ്പോൾ ഡിസോണൻസ് നിങ്ങളുടെ ഡിസ്ഹാർമണി, നിങ്ങളുടെ പൊരുത്തക്കേട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ആത്മാവും മൈൻഡും ശരീരവും, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ നിങ്ങളെ ഏതെങ്കിലും ചില പ്രത്യേക ഭാഗങ്ങൾ, ഇതിൻ്റെ ചില മെനൂസ് കാണിച്ചു തരാം ഞാൻ. ആ മെനുകൾക്ക് മനസ്സിലാവും ഇതൊരു മെഡിക്കൽ അനാലിസിസേ അല്ല. അതേസമയത്ത് ഇതൊരു ഹോളിസ്റ്റിക് അനാലിസിസ് ആണ്. മരുന്നൊന്നും ശരീരമൊന്നും മാത്രമല്ല, അതിനപ്പുറത്തേക്കുണ്ടാകുന്ന മൊത്തത്തിലൊരു വ്യക്തിയുടെ ക്ഷേമത്തെക്കുറിച്ച് എടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ശരീരത്തിൽ ഹാർമണി, ഒരു ബാലൻസ് റെസ്റ്റോർ ചെയ്യാൻ വേണ്ടി അതിന് ഉപയോഗിക്കുന്ന ഇൻഡിവിജ്വലൈസ്ഡ് മൈക്രോ കറണ്ട് ഫ്രീക്വൻസി
ജനറേഷൻ ആൻഡ് വൈബ്രേഷൻസ് ആൻഡ് അതാണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകുന്നത്. ഒപ്പം നമ്മൾ റുഖിയ കൗൺസിലിംഗ്, സ്പിരിച്വൽ കൗൺസിലിംഗ്, ലൈഫ് കോച്ചിങ്, ട്യൂട്ടറിങ്, മെൻറ്ററിങ് എല്ലാം ചെയ്തു വരുന്നതാണ് ഏകദേശം 10-17 വർഷമായിട്ട്. ഈ ഡിവൈസ് കൊണ്ട് എന്താ മാറ്റമുള്ളത്? ഈ ഡിവൈസ് കൊണ്ട് ഒന്നുമില്ല. ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്പം കൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റും, എഫിഷ്യൻ്റ് ആക്കാൻ പറ്റും, എളുപ്പത്തിലാക്കി കൊടുക്കുക, ആളുകൾക്ക് കുറച്ചുകൂടി സൗകര്യം ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളെ ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്തു വരുന്ന റുഖിയയും കൗൺസിലിങ്ങും ഇസ്ലാമിക് സൈക്കോളജിയും മോഡേൺ സൈക്കോളജിയും പാരാസൈക്കോളജിയും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസും അതുപോലെ തെറാപ്യൂട്ടിക് കൗൺസിലിംഗ്, കോച്ചിങ്ങും, മെൻറ്ററിങ്, ട്യൂട്ടറിങ് അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ബട്ട് വിൽ ബി യൂസിങ് ദ ഹെൽപ്പ് ഓഫ് ദി ഡിവൈസ് ടു അനലൈസ് ദെയർ കണ്ടീഷൻ ആൻഡ് ടു ഇംപ്രൂവ് ദെയർ കണ്ടീഷൻ. അതുമാത്രമാണ്. അതല്ലാതെ മെഡിക്കലി നിങ്ങൾക്ക് യാതൊരു രീതിയിലുണ്ടാകുന്ന ഗ്യാരണ്ടിയോ പ്രോമിസോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഫൗണ്ടറും ഇതിൻ്റെ പ്രൊമോട്ടേഴ്സും ഇതിൻ്റെ ആളുകളും ഞാനും ആരും നൽകുന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ ഇന്ന് മാജിക് പ്രതീക്ഷിക്കരുത്. ദാറ്റ് മീൻസ് ആൾ ഓഫ് എ സഡൻ ഡിസംബർ 31 ഇല്ലാതെ ജനുവരി 1 രാവിലെ ഉണ്ടാവണം. നോ, it can never happen. But gradual changes, gradual transformation of the personality, transformation of the wellness, health conditions, അതിലൂടെ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാവും. ഓക്കെ, ഈ മെഷീൻ എന്താ ചെയ്യുന്നത്? ഈ മെഷീൻ നമ്മളുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ പ്രകാശം, നമ്മുടെ ഈമാനിക പ്രകാശം, നൂറ്, അൻവാറുൽ ഹയാത്ത് എന്ന് പറഞ്ഞ എന്താ പറയുക, ആത്മചൈതന്യം, പ്രാണ, അതുപോലെ ജ്യോതി, ഖി, ചി എന്നൊക്കെ പറയുന്ന സംഗതി അനലൈസ് ചെയ്യും. അത് അനലൈസ് ചെയ്യുന്നതിൽ ഈ മെഷീൻ ഡിസൈൻ ചെയ്ത ആളുകൾ ഉപയോഗിക്കുന്നത് അധികം ലോകത്തെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ട്രഡീഷൻസായ ഹൈന്ദവതയിലും അതുപോലെ ചൈനീസ്, ജാപ്പാനീസ് ട്രഡീഷൻസിലൊക്കെ ഉള്ള ഒരു രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചക്ര അനാലിസിസ്, മെറീഡിയൻ അനാലിസിസ്, അതുപോലെ എന്താ പറയുക, പ്രാണ അനാലിസിസ്, ഓറ അനാലിസിസ്, ഇതൊക്കെയാണ് ഇതിലുള്ളത്. ഏത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാലും, അപ്പുറത്ത് അനലൈസ് ചെയ്താലും, ഇങ്ങോട്ട് അനലൈസ് ചെയ്താലും, എങ്ങനെ അനലൈസ് ചെയ്താലും അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് വൺ ഓഫ് ദ സെയിം. ആത്മ ചൈതന്യം, പ്രാണ, നൂറ്, ജ്യോതി, അൻവാറുൽ ഹയാത്ത് എന്ന് പറഞ്ഞ സാധനമാണ്. അതിൻ്റെ പല അനാലിസിസ്. അതുകൊണ്ട് ഏത് അനാലിസിസിലുള്ള പ്രോഗ്രാം നമുക്ക് ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല. വി ആർ സേഫ്. അത് ഈ ഡിവൈസ് കൊണ്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോ മനുഷ്യനും അവൻ്റെ ഒരു ഇൻഫർമേഷൻ ഫീൽഡ് ഉണ്ട് പ്രപഞ്ചത്തിലുള്ള ക്വാണ്ടം ഫീൽഡ് ഇൻഫർമേഷൻ ഫീൽഡാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒന്നാമത്തെ വീഡിയോയിൽ. അതിലേക്ക് നമ്മളെല്ലാവരും കണക്റ്റഡ്. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഈ പ്രകാശവും കണക്റ്റഡാണ്. അതുകൊണ്ട് നമ്മുടെ ബയോ എനർജറ്റിക് ഫീൽഡും ആ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഇൻഫർമേഷൻ ഫീൽഡും തമ്മിൽ ഇറ്റ്സ് കണക്റ്റഡ്. അതുകൊണ്ട് പ്രപഞ്ചത്തിലുണ്ടാകുന്ന ആ ഗ്രേറ്റ് സ്കീം ഓഫ് അഫയേഴ്സിലുണ്ടാകുന്ന നമ്മുടെ ഇൻഫർമേഷൻ ഫീൽഡ് അത് റീഡ് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇറ്റ് റീഡ്സ് ദ ഇൻഡിവിജ്വലൈസ്ഡ് മൈക്രോ കറണ്ട് ഫ്രീക്വൻസീസ് ആൻഡ് അനലൈസ് ദ ബാലൻസ് ഓർ ഡിസോണൻസ് ഇൻ ദ സ്പിരിച്വൽ മൈൻഡ്. നമ്മുടെ വ്യക്തിയുടെ ആത്മീയ ശരീരത്തിലുണ്ടാകുന്നത് റീഡ് അനലൈസ് ചെയ്യും. ഇതാണ് ഈ ഡിസോണൻസ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? പെട്ടെന്ന് മനസ്സിലാക്കി തരാം. ഒരു ഓർക്കസ്ട്ര ടീം വിചാരിച്ചു, ഒരു മ്യൂസിക് ട്രൂപ്പ്. അതിൽ ഒരാൾ പാടുന്നു. ആ പാടുമ്പോൾ അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള ഓർക്കസ്ട്രകൾ 8-10 ഓർക്കസ്ട്ര ഉണ്ടാവും. ഈ 8-10 ഓർക്കസ്ട്രകളും ഈ ഇൻസ്ട്രുമെന്റ്സുകളും അതിനോട് യോജിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചാലേ ആ മ്യൂസിക് നിങ്ങളെ കൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല ഈ 8-10 പേരും അവർക്ക് തോന്നിയ രീതിയിൽ അങ്ങനെ അടിക്കുന്നത്. ചിലർ ചെണ്ട പൊട്ടുന്നു, ചിലർ മറ്റേ പിയാനോ വായിക്കുന്നു, ചിലർ ഡ്രം അടിക്കുന്നു, ചിലർ ചില മൈൽഡ് റീഡിങ് നടക്കുന്നു. പലരും പല കോലത്തിൽ നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പാടുന്നവനെ തോന്നിയ രീതിയിൽ അങ്ങോട്ട് പാടുന്നു. എന്തുണ്ടാവുക? ഡിസ്ഹാർമണി, അനൈക്യം, അല്ലെങ്കിൽ ആകെ കൂടെ കൺഫ്യൂസ്ഡ് ആവില്ലേ? ഡിസ്ഹാർമണി. ഇതാണ് റിസോണൻസ് റീഡിങ് എന്ന് പറഞ്ഞ സംഗതി. ആ അനൈക്യം അല്ലെങ്കിൽ ആ ഡിസ്ഹാർമണി, ആ ഡിസ്കംഫേർട്ട്, ആ ഐക്യമില്ലായ്മ, ആ സ്വരച്ചേർച്ചയില്ലായ്മ റീഡ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവവും മറ്റു അവയവങ്ങളും തമ്മിലുണ്ടാകുന്ന ഫങ്ഷണൽ ഡിസ്ഹാർമണി, അതിനകത്ത് ഉണ്ടാകുന്ന ബയോ എനർജറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഡിസ്ഹാർമണി അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ്. അത് അനലൈസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റീവായിട്ട് മെഷേഴ്സ് എടുക്കാൻ പറ്റും. ഇനി ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില പ്രോഗ്രാംസ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് പറഞ്ഞുതരാം. വെൽനെസ്,
ഈ വെൽനെസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ ശരിക്കും ചെയ്യും നമ്മുടെ ആത്മാവും മൈൻഡും ശരീരവും തമ്മിലുണ്ടാകുന്ന ഡിസ്ഹാർമണീസ് ഏറെക്കുറെ നമ്പറായിട്ട് കിട്ടും. ഉദാഹരണം ഇതിൻ്റെ മെനു ആണിത്. സ്പിരിറ്റ്, ബോഡി, മൈൻഡ്. അതിൽ എന്താണ് ഡിസ്ഹാർമണി? സ്പിരിറ്റ് 49%, ബോഡി 31 ആൻഡ് മൈൻഡ് 26. ദർ ഇസ് എ ഡിസ്ഹാർമണി അല്ലേ? ഏറെക്കുറെ ഇത് ഒരുമിച്ച് വരേണ്ടതാ. അപ്പോഴാണ് അതിൻ്റെ ബാലൻസ്. അത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ വ്യക്തിയിൽ അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റും ബോഡിയും മൈൻഡും തമ്മിൽ ഡിസ്ഹാർമണി ഉണ്ടെന്ന് മനസ്സിലാക്കും. അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഉള്ളിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇന്നർ ബാലൻസ്, അതുപോലെ പവർ റിസർവ്, എനർജി ബാലൻസ്, ഇതിലൊക്കെ ഉണ്ടാകുന്ന ഓറയുടെ ശുദ്ധി, പ്യുവർ ഓറയുടെ ആ സംരക്ഷണം, അതിൻ്റെ ശുദ്ധി, നമ്മൾ ആത്മീയ പ്രകാശത്തിൻ്റെ ശുദ്ധി, എത്രണ്ട് നല്ല പ്രകാശമാണ് അല്ലെങ്കിൽ എത്രണ്ട് ചീത്ത പ്രകാശമുണ്ട് അല്ലേ? അപ്പോൾ അതിന് ഡിസ്ഹാർമണി. സോ ഇന്നർ ബാലൻസ് 55%, അതുപോലെ സ്റ്റിമുലേഷൻ 57%. സോ ഈ പെർസെൻറ്റേജുകൾ കൂടുന്തോറും ഡിസ്ഹാർമണി കൂടുതലാണെന്ന് അർത്ഥം. ഇത് കുറഞ്ഞാൽ വരേണ്ടത്. ഇതൊരു 30യുടെ താഴെയായാൽ ഇറ്റ്സ് ഓൾ റൈറ്റ്. ആ 30 to 50 ആണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. ആ 50ൻ്റെ മേലെയാണെങ്കിൽ യു ഹാവ് ടു അറ്റൻഡ് ഇറ്റ്. അതൊരു 70ൻ്റെ മേലെയാണെങ്കിൽ സീരിയസ്ലി യു ഹാവ് ടു അറ്റൻഡ് യുവർ ലൈഫ്. അപ്പോൾ എന്താണ് ഇവിടെ കാണുന്നത്? ഇപ്പോൾ സ്പിരിറ്റും ബോഡിയും തമ്മിൽ ഭയങ്കര ഗ്യാപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക അവിടെ അയാളുടെ ലൈഫിൽ എന്തൊക്കെയോ ഡിസോർഡർ ഉണ്ടെന്നുള്ളത്. ഈ രീതിയിലാണ് ഇത് മനസ്സിലാക്കിയെടുക്കുന്നത്. അങ്ങനെ വെൽനെസ്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, വ്യക്തികളുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഈ ചാർട്ട്, ഈ പൈ ചാർട്ട് കണ്ടോ? അദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റി, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ റിലേഷൻ ഈസ് വെരി ബാഡ്. അതുപോലെ സോഷ്യൽ റിലേഷൻഷിപ്പും കുറവാണ്. അദ്ദേഹത്തിന് ഉഷാറുള്ളത് എവിടെയാ? സെൽഫ് എസ്റ്റീം, സെൽഫ് വർത്തിൽ. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ ഇങ്ങനെ ഫൈനാൻഷ്യൽ സൈഡ്. അപ്പോൾ ഇവിടെ എവിടെയാണ് അദ്ദേഹം എക്സൽ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മെയിൻ ഫോക്കസിങ് വരുന്ന വിഷയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഫോക്കസ് ഇല്ലാത്തത് എവിടെ, ഫോക്കസ് ഉള്ളത് എവിടെ എന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വാസ്തവത്തിൽ ഇതൊക്കെയാണ് പിന്നീട് ബയോളജിക്കൽ ഡിസീസും സൈക്കോളജിക്കൽ ഡിസീസും സൈക്കാട്രിക് ഡിസീസും അതിനപ്പുറത്തുണ്ടാകുന്ന ഡിസീസുകളൊക്കെ ആയി മാറുന്നത്, നാളമായി മാറുന്നത് അതാണ്. അതിൻ്റെ ഇന്നത്തെ രൂപങ്ങളാണ് ഇതെല്ലാം. പറഞ്ഞ മനസ്സിലല്ലേ? അപ്പോൾ അതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഡിസ്ഹാർമണികളിൽ വരുന്നതാണ്. അതുപോലെ നോക്ക്, ഇൻഡസ്ട്രിയൽ ഹാർമണി. ഇൻഡസ്ട്രിയൽ ഹാർമണി നമ്മുടെ കുടലിൻ്റെ ഫങ്ഷൻസിൽ. അപ്പോൾ അതിലുണ്ടാകുന്ന ഡിസ്ഹാർമണി, സെൻസിറ്റിവിറ്റി, ഹോർമോൺ ഹാർമണി, നെർവ് ഹാർമണി. അപ്പോൾ നെർവൽ ഫങ്ഷനിലും ഹോർമോൺ ഫങ്ഷനിലും ഒക്കെ ഉണ്ടാകുന്ന ഡിസ്ഹാർമണി, പൊരുത്തക്കേടുകൾ, ശരീരത്തിൽ മൊത്തം ആ മനുഷ്യൻ്റെ ജീവിതവും മൊത്തം മനുഷ്യൻ്റെ മൊത്തം ശരീരവും മൊത്തം ആത്മാവും മൈൻഡും എല്ലാം കൂടി പരിഗണിച്ചു കൊണ്ടുണ്ടാകുന്ന സ്വരച്ചേർച്ചയില്ലായ്മകളെ കണ്ടെടുക്കാൻ. അതുപോലെ സ്മാൾ ഇൻറ്റസ്റ്റൈൻ, ഹേർട്ട്, സ്കിൻ, ലങ്സ്, കിഡ്നി, അപ്പോൾ ഇതിനെല്ലാം ഉണ്ടാകുന്ന ഡിസ്ഹാർമണി വിത്ത് റെസ്പെക്ട് ടു ഹിസ് ഹോൾ ലൈഫ്. മൊത്തത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഫോക്കസും അദ്ദേഹത്തിൻ്റെ എയിം, ഫോക്കസ്, എന്തർത്ഥത്തിൽ അദ്ദേഹം ജീവിക്കുന്നു, ഏതർത്ഥത്തിൽ അദ്ദേഹം ജീവിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് അനൈക്യങ്ങൾ, ഡിസ്ഹാർമണി ഉണ്ടാവുന്നത് എന്നുള്ളത്. ഇതാണ് ഇങ്ങനെ കുറേ ഒരു 8, 10, 12 പ്രോഗ്രാംസ് നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെക്കുറിച്ചുള്ള ഉള്ളിലുണ്ടാകുന്ന ഈ ഡിസ്ഹാർമണി ഏറെക്കുറെ കിട്ടും. അത് ഓരോന്നും ട്രീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അത് ഓരോന്നിനെയും നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. അതിന് പറ്റുന്ന ക്ലാസ്സസ് കൊടുക്കാം, കൗൺസിലിംഗ് കൊടുക്കാം, ആ ഏരിയ നമ്മൾ ശരിയാക്കി എടുക്കാൻ വേണ്ടുന്ന അറിവുകൾ കൊടുക്കുക. ദിസ് വൺ തിങ്. സെക്കൻഡ്ലി, ഇതേ ഡിവൈസിൽ തന്നെ അദ്ദേഹത്തിൽ ആ ഡിസ്ഹാർമണി ഇല്ലാതാക്കാൻ പറ്റുന്ന മൈക്രോ കറണ്ട് എനർജി വൈബ്രേറ്റ് ചെയ്യിക്കാൻ പറ്റും. അത് നമ്മൾ സെറ്റ് ചെയ്യൊന്നും വേണ്ട, അത് റീഡ് ചെയ്യുന്നതോടുകൂടി ഓട്ടോമാറ്റിക് എടുക്കും. മനസ്സിലായി? സോ ഒരു AI സപ്പോർട്ടോട് കൂടിയുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ടോട് കൂടിയുള്ള ഡിവൈസാണിത്. അങ്ങനെ വരുമ്പോൾ ഈ സമയത്ത് ഇത് നമ്മൾ ഈ 10, 12 ഇതെല്ലാം ഇന്ന് മെഷർ ചെയ്തു. പിന്നെ ഒരു 1 വീക്ക് അതിന് പറ്റുന്ന ക്ലാസ്സസും അഡ്വൈസസും ഇൻഫർമേഷൻസും പ്ലസ് ഈ എനർജി ഫ്രീക്വൻസി വൈബ്രേഷൻസും കൊടുത്ത് ഒരു 1 വീക്ക് കഴിഞ്ഞ് റിപ്പോർട്ട് വീണ്ടും റീഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ സീ ദ ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ ഏത് ഏരിയ ഇമ്പ്രൂവ് ആയി, ഏത് ഏരിയ ഇമ്പ്രൂവ് ആയിട്ടില്ല നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ട് ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ലൈഫ് കോച്ചിങ്ങിൻ്റെ സിലബസിൽ പറയുന്ന പിന്നെ സെൽഫ് വർത്ത്, അതുപോലെ പ്രോബ്ലംസ് ആൻഡ് അഡ്വേഴ്സിറ്റീസ്, അതുപോലെ സോഷ്യൽ റിലേഷൻഷിപ്പ്, ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, അതുപോലെ ഫിസിക്കൽ ഹെൽത്ത്, എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്നുണ്ട് ഇതിൽ.
അപ്പോൾ നമ്മൾ ലൈഫ് കോച്ചിങ് കൊടുക്കുന്ന സമയത്ത് ഏത് ഭാഗത്താണ് ഇദ്ദേഹത്തിന് ഡിസ്ഹാർമണിയിൽ അവിടെ കൂടുതൽ കൊടുത്താൽ മതി. സോ ദിസ് ആൾമോസ്റ്റ് എന്ത് ചെയ്യും, ഏകദേശം ഒരു 1 month കൊണ്ട് ഒരു ലെവലിലേക്ക് അത് എത്തിപ്പെടും എന്നതാണ് ഇതിൻ്റെ ഉപയോഗിക്കുന്ന ആളുകൾ പറയുന്നത്. മാത്രമല്ല അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. എന്താ, ദ റിസൾട്ട് ഡിപ്പെൻഡ്സ് ഓൺ, ഇതിൻ്റെ റിസൾട്ട് എന്തിനാണ് ആശ്രയിച്ചിരിക്കും, ദ ഇൻറ്റൻസിറ്റി ഓഫ് ദി റെസൊണൻസ്. ഇതിൽ കാണുന്ന ഈ വാല്യൂസ് ഉണ്ടല്ലോ, അത് എത്ര കണ്ട് വലുതാണോ, എത്ര കണ്ട് ഗൗരവമുള്ളതാണോ അതിനനുസരിച്ചിരിക്കും. ചിലപ്പോൾ നല്ല ഗൗരവമുള്ളതാണെങ്കിൽ നമുക്കിതിൽ പറയാൻ പറ്റും. ഏതെങ്കിലും നല്ല ഹൈ വാല്യൂസ് ഉണ്ട്, നിങ്ങൾ നിങ്ങളൊന്ന് സ്കാൻ ചെയ്തേക്ക്, നിങ്ങളല്ലേ പോയിട്ടൊന്ന് ഡോക്ടറെ കണ്ടേക്ക്. കാരണം നമുക്ക് ഇതിൽ നിന്നൊരു സൂചന കിട്ടും. എന്ത്, ഇയാളുടെ ഡിസോണൻസ് ഭയങ്കര ഡിസ്ഹാർമണി ആണെങ്കിൽ ദർ ഇസ് സം സീരിയസ്നെസ് ഇൻ ഹിസ് ലൈഫ്, നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും അയാൾ. മനസ്സിലായില്ലേ? സോ അതുപോലെ ദ സീരിയസ്നെസ് ആൻഡ് കമ്മിറ്റ്മെന്റ് ആൻഡ് ഡിസിപ്ലിൻ ഓഫ് ദി ഹീലിംഗ് പ്രോസസ്. ഇത് ഒരാഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയോ 4 ആഴ്ചയോ എത്രയോ ചെയ്യുന്ന സമയത്തിൽ ഇതിൻ്റെ സീരിയസ്നെസ്സും അതിനുള്ള കമ്മിറ്റ്മെൻറ്റും അതിൻ്റെ ഡിസിപ്ലിൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എന്തെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഒരു പരിപാടി അത് അത്ര ഉദ്ദേശിച്ച ഗുണം കിട്ടൂല. അതുപോലെ ജനറലി വൺ ക്യാൻ ഗെറ്റ് ദ റിമാർക്കബിൾ പ്രോഗ്രസ് ഇൻ 1 month. ഏകദേശം 1 month ടൈം കൊണ്ട് എല്ലാവർക്കും ഒരു റിമാർക്കബിൾ എന്താ പറയുക, ഒരു നല്ലൊരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് എല്ലാവർക്കും കണ്ടു എന്ന് ആളുകൾ പറയുന്നുണ്ട്. ആൻഡ് ബെറ്റർ റിസൾട്ട് കംസ് വെൻ ട്യൂണിങ് ദ നമ്മൾ ബയോ എനർജറ്റിക് ആൻഡ് സൈക്കോ സ്പിരിച്വൽ ആസ്പെക്ട്. നമ്മൾ ഇതിൻ്റെ ബെറ്റർ റിസൾട്ട് എപ്പോഴാണ് വരുന്നത്, ഇതിൻ്റെ ബയോ എനർജറ്റിക്കും സൈക്കോ സ്പിരിച്വലും ഭാഗം അറ്റൻഡ് ചെയ്ത് അത് ട്യൂൺ ചെയ്യുന്നതോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുക, അത് ട്യൂണാക്കുമ്പോൾ, അതിൻ്റെ ഹാർമണി ട്യൂണാക്കുമ്പോഴാണ് ബെറ്റർ റിസൾട്ട്. അതുകൊണ്ട് ഇതിൻ്റെ സൈക്കോ സ്പിരിച്വൽ ആസ്പെക്റ്റും ഇതിൻ്റെ ബയോ എനർജറ്റിക് ആസ്പെക്റ്റും കൂടി രണ്ടും അറ്റൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും റിസൾട്ട് കാണുന്നത്. അതുപോലെ ദ പ്രോഗ്രസ് ക്യാൻ ബി മെഷേർഡ് ഇൻ ഇൻ്റർവെൽസ്. വീക്കിലി നമുക്ക് വേണമെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഇഫ് യു ഓൺ എ ഡിവൈസ്, നിങ്ങൾ സ്വന്തമായിട്ടൊരു ഡിവൈസ് വേണമെങ്കിലോ ദറ്റ്സ് എ ബെസ്റ്റ് തിങ്. എന്നാൽ പിന്നെ ഇതിൻ്റെ ഇത് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് റിമോട്ടായിട്ട് ചെയ്യാൻ പറ്റും, ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഡയറക്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇലക്ട്രോഡുകൾ ഉണ്ട്. ആ ഇലക്ട്രോഡുകൾ നമ്മൾ ബോഡിയിൽ ഇവിടെ കയ്യിനും അല്ലെങ്കിൽ ചെവിയിലോ അതിൽ ബോഡിയിൽ എവിടെയെങ്കിലും ഇപ്പോൾ ഫിസിയോതെറാപ്പിക്കൊക്കെ പോകുന്ന സമയത്ത് വേദനയുള്ള ഭാഗത്തല്ലേ ഇത് കൊടുക്കുക. ആ രീതിയിൽ ഒരു ഇലക്ട്രോഡ് അവിടെ സ്റ്റിക്ക് ചെയ്തിട്ട് ആ രീതിയിൽ ഡയറക്റ്റ് ബോഡിയിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇത് റിമോട്ടിലൂടെ കൊടുക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ആ വ്യക്തി നമ്മൾ ഗൂഗിൾ മീറ്റിലൂടെ അല്ലെങ്കിൽ സൂം മീറ്റിലൂടെ ഒക്കെ വെച്ച് നമ്മുടെ ഇറ്റ്സ് അറ്റൻഷൻ നമ്മളൊരു മൈൻഡോട് കൂടി ഒരു സദസ്സിലായിരിക്കണം. അത് ഓൺലൈൻ സദസ്സായാലും ഓഫ്ലൈൻ സദസ്സിലായാലും ഒരു സദസ്സിലായിട്ട് ഇതിൻ്റെ എനർജി വൈബ്രേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ റീഡിംഗ് എല്ലാം അങ്ങനെ നടക്കും. വളരെ എക്സലൻറ്റ് റിപ്പോർട്ടാണ്. റീഡിങ് അങ്ങനെ നടക്കും. ഞാൻ റീഡ് ചെയ്ത ആളുകൾ ആരും എന്ത് ചെയ്തിട്ടില്ല, അവർ നോ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്, അത് ശരിയല്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതിൽ ആരും പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? സോ അത്ര മീനിങ് ഫുൾ ആയിട്ട് ഇത് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എഗെയിൻ ആൻഡ് ഐ എം ടെല്ലിങ് യു, എൻ്റെ ഡിസ്ക്ലൈമർ ഞാൻ ഇതിൽ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. റീഡ് ഇറ്റ് യുവർ സെൽഫ്. ഞാൻ ഈ സ്പീച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്, അത് കേട്ടോളൂ. ഞാൻ അവകാശപ്പെടാത്തതൊന്നും ഞാൻ അവകാശപ്പെട്ടു എന്ന് എൻ്റെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കരുത്. ഓക്കെ? സോ അതുകൊണ്ട് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ദിസ് ഡിവൈസ് ഈസ് എ വെരി ഗുഡ് ഡിവൈസ്. വിലയുണ്ട്. ഇതിൻ്റെ ഫുൾ ഓപ്ഷനൊക്കെ 4, 5, 6 ലക്ഷം രൂപ വരും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡൽ ഒരു 2 ലക്ഷത്തിന്, ഡിസ്കൗണ്ടോട് കൂടി 1.5 ലക്ഷം 1.25 ലക്ഷത്തിനുള്ളിൽ വരും. പിന്നെ ആവശ്യമുള്ള പ്രോഗ്രാംസ് നമുക്ക് ആഡ് ഓൺ ചെയ്യാം. ഒരു ഡിവൈസ് നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് എന്ത് ഡിസോർഡേഴ്സ് ഇൻ ദ ലൈഫ്, അത് നിങ്ങളെ സ്വഭാവ പെരുമാറ്റത്തിലും ബന്ധങ്ങളിലും കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിലും നിങ്ങളെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലും നിങ്ങളെ ഉറക്കത്തിലും നിങ്ങളെ അറ്റൻഷനിലും നിങ്ങളെ മെമ്മറി, നിങ്ങൾ അതുപോലെ നിങ്ങളെ വീട്ടിലുണ്ടാകുന്ന അത് മറ്റൊരു കാര്യം. നമ്മുടെ കാര്യമായിട്ട് ചോദിക്കാറുണ്ട് ആളുകൾ, ഇതിൽ ജിന്നും ശൈത്താനും സിഹറൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും? കിട്ടും. ജിന്നും ശൈത്താനും സിഹറും കണ്ണീറും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് സബ്റ്റിൽ എനർജി അനലൈസ് ചെയ്യുന്നിടത്ത് കിട്ടും. അത് ഉണ്ടെങ്കിൽ അത് ക്ലീൻ ഔട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ വീട്ടിലുണ്ടാകുന്ന നെഗറ്റിവിറ്റി, ജിയോപ്പതി, പിന്നെ ഭൂമിയിലുണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഡിഫറൻസോ അതിൽ ഏതെങ്കിലും ഭൂമിക്കകത്ത് പാറയാണോ വെള്ളമാണോ അനുസരിച്ചൊക്കെ എനർജി വ്യത്യാസം ഉണ്ടാവും. ഭൂമി നമ്മൾ താമസിക്കുന്നതിനടുത്ത് അടിയിൽ പാറയാണോ വെള്ളമാണോ, അതല്ല അവിടെ ഏത് തരം പാറയാണ്, അല്ലെങ്കിൽ അവിടെ ഇരുമ്പിൻ്റെ അംശം കൂടുതലുണ്ടോ കുറവുണ്ടോ, ഇതിനനുസരിച്ചൊക്കെ നമ്മുടെ താമസിക്കുന്നിടത്തിൻ്റെ ഫ്രീക്വൻസി ഡിഫറൻസുകൾ ഉണ്ട് മൈക്രോ ലെവലിൽ. മനസ്സിലായത്? ഇതൊക്കെ വളരെ അറിയപ്പെടുന്ന കാര്യമാണ്, ജിയോപ്പതി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ആ ഡിസ്ഹാർമണി ഉണ്ടോ, അതുപോലുള്ള വിഷയങ്ങളുണ്ട്. നമ്മൾ താമസിക്കുന്നിടത്ത് ചില പൂക്കൾ, ചില ചെടികൾ, പിന്നെ ചില മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ട് നെഗറ്റിവിറ്റി ഉണ്ടാവും.
അതൊക്കെ പൂർവികരായിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വീട് വെക്കുന്നിടത്ത് മനുഷ്യന്മാർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന മരങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം, ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള റേഡിയേഷൻ മാതിരി ഉണ്ടാകുന്നത്. ഇതേ രീതിയിൽ ഉണ്ടാകുന്ന ജിയോപ്പതി അനലൈസ് ചെയ്യാൻ പറ്റും, ക്യൂർ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് അത് റെഡ്യൂസ് ഇല്ലാതാക്കി കൊണ്ടുവരാൻ പറ്റും. അതുപോലെ സിഗരറ്റ് ആളുകൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ സിഗറുണ്ടെന്നുള്ള കൺഫേം ചെയ്ത കേസസ് ഉണ്ട്, നമുക്കറിയാം. നമ്മൾ ഇവിടെ നിന്ന് ഓൺലൈനിൽ ഇരുത്തി എനർജി വൈബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്തോടുകൂടിയിട്ട് അദ്ദേഹം വല്ല ഖുർആനൊക്കെ ഓതിയതുപോലെ ഇളകി കൂവി വിളിച്ച് ഛർദ്ദിച്ച് രക്തമൊക്കെ ഛർദ്ദിക്കുന്ന കേസുണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നുള്ളൂ, സൂം മീറ്റിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ സബ്റ്റിൽ എനർജി ഡിസോണൻസ് ഹൈ വാല്യൂ കണ്ടപ്പോൾ, റെസോണൻസ് വലിയ ഹൈ വാല്യൂ കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് അതിനുള്ള പ്രോഗ്രാംസ് ഓണാക്കി, അപ്പുറത്തെ എഫക്റ്റ് ആകുന്നു. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഇതൊന്നും റുക്കിയക്കും കൗൺസിലിങ്ങിനും ക്ലാസ്സിനും കോച്ചിനും ട്യൂട്ടറിനും മെഡിക്കൽ സയൻസിനും ട്രീറ്റ്മെൻറ്റും ഒന്നും ബദലല്ല. ബട്ട് ഒരു ഹോളിസ്റ്റിക് ഹീലിംഗിൽ ഈസ് എ വെരി ഗുഡ് സപ്പോർട്ടീവ് ഡിവൈസ്. അതിന് നിങ്ങൾ ചെലവഴിക്കുന്ന പൈസ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും, ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനോ വീടിനോ കല്യാണത്തിനോ അതല്ലെങ്കിൽ വസ്ത്രത്തിനോ മെഡിസിനോ ഒക്കെ നിങ്ങൾ ചെലവഴിക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതിനേക്കാൾ ഏറ്റവും ടോപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ മെഷീൻ ഈ ഡിവൈസ് വാങ്ങാൻ ചെലവഴിക്കുന്നതായിരിക്കും. യെസ്, അത് പലരും അവർ പറഞ്ഞു മാത്രമല്ല, യെസ്, എൻ്റെ ലൈഫിലുള്ള അനുഭവം കൂടിയാണ്. സോ ഈ 3 വീഡിയോയിലൂടെ ഞാൻ ഈ വിഷയത്തെ സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് വിഷയം മനസ്സിലായതിന് ശേഷം വരുന്ന സംശയമുണ്ടെങ്കിൽ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അതല്ല അതിനും ആ വിഷയത്തെ നിരാകരിക്കുവാനും തള്ളാനും അത് മനസ്സിലാവാതെയുള്ള പ്ലീസ് സോറി, ടൈം വിലപ്പെട്ടതാണ്, അത് വേസ്റ്റാക്കി കളയരുത്. അത് നിങ്ങൾ ചെയ്യരുത്. പിന്നെ 1-2 കേസസ് ഞാൻ ഡെയിലി ഫ്രീ അനാലിസിസ് നടത്തി കൊടുക്കും. ഇത് ഫ്രീ അനാലിസിന് പോലും ഇവിടെ നല്ല ബാംഗ്ലൂർ പീപ്പിളൊക്കെ 5,000 റുപ്പീസാണ് വെറും അനാലിസിസിന് മാത്രം ചാർജ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അറിവിലും പരിചയത്തിലും ഒക്കെ ഉള്ള ആളുകളും പിന്നെ ഇത്തരം വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ആളുകൾക്കും ആയതുകൊണ്ട് അനാലിസിസ് 1-2 കേസിൽ ദിവസവും ഞാൻ ഫ്രീ ആയിട്ട് നടത്തി കൊടുക്കും. വല്ലവരും ആവശ്യമുണ്ടെങ്കിൽ PM കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ സമയത്തിനനുസരിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കാം. ആ സമയത്ത് നിങ്ങൾ സൂം മീറ്റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അനലൈസ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.